ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കുഞ്ഞുങ്ങളുടെ പല്ലിൻ്റെ സംരക്ഷണത്തിനെ കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നാൾ മുമ്പേ കുറച്ച് പേര് എൻ്റെ അടുത്ത് വേറൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾക്കത് വേണമെന്ന്. അപ്പോൾ അവർ ആവശ്യപ്പെട്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള ഒരു സാവകാശം കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് എഴുതണം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല അതെന്നാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇന്നെൻ്റെ മോളാണ് എൻ്റെ കൂടെ ഉള്ളത്. മോള് പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ആണ്. അപ്പോൾ അവളോട് തന്നെ നമുക്ക് ചോദിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആർച്ച. ഞാൻ പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ആണ്. അമ്മയുടെ വീഡിയോസിൻ്റെ താഴെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തു എന്ന് അമ്മ എന്നോട് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്, അത് ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിന്ന് ഇപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ പല്ല് അവർക്ക് പൊടി ഇല്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ് ക്ലീൻ ആയിട്ട് നമ്മൾ നോക്കാനുള്ളത്? ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് 6 months കുട്ടികൾക്ക് പല്ലുണ്ടാവില്ല. ഒരു 6 months കഴിയുമ്പോഴാണ് ഫസ്റ്റ് പല്ല് ഉണ്ടാവുന്നത്. സോ അതുവരെ ബേസിക്കലി നമുക്ക് പ്രത്യേകിച്ച് ബ്രഷിങ്ങോ ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു ചെറിയ മസ്ലിൻ ക്ലോത്ത് നമ്മുടെ പിങ്കി ഫിംഗർ, അതായത് ലിറ്റിൽ ഫിംഗറിൽ നമ്മൾ ചുറ്റിയിട്ട്, വൃത്തിയുള്ള മസ്ലിൻ ക്ലോത്ത് ചുറ്റിയിട്ട് അതിനെ ഒരു വാം വാട്ടറിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് 2 നേരമെങ്കിലും എന്നും ഒന്ന് വായൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതിയാവും. പിന്നെ ബൈ ദ ടൈം ഈ ഫസ്റ്റ് 2 പല്ല്, അതായത് താഴത്തെ ഈ 2 പല്ലാണ് ഫസ്റ്റ് 6 മാസത്തിൽ വരുന്നത്. അത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്ലോലി നമുക്ക് ആ പല്ലുകൾ തേപ്പിക്കാൻ തുടങ്ങാം. ഈവൻ പേസ്റ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ പേസ്റ്റ് ഒന്നും യൂസ് ചെയ്യണ്ട. ആ പല്ലുകൾ നമുക്ക് ഒന്നി ഈ ക്ലോത്ത് വെച്ച് തന്നെ ആദ്യം ക്ലീൻ ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് ഇപ്പോൾ 2 പല്ലൊക്കെ ഉള്ളതെങ്കിൽ. പിന്നെ അങ്ങോട്ട് പല്ല് ഫുള്ളി ഓരോന്നായിട്ട് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും സിലിക്കോൺ ഫിംഗർ ബ്രഷസ് കിട്ടും. സിലിക്കോൺ ഫിംഗർ ബ്രഷസ് അപ്പോളോയിൽ കിട്ടും, ആമസോണിലൊക്കെ കിട്ടും. അവിടെയൊക്കെ അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫിംഗറിനകത്തോട്ട് നമ്മൾ ഒന്ന് വെച്ചിട്ട്, അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ പല്ലെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഇത്ര ഏജ് ഒന്നും ഇല്ലല്ലോ പല്ല്? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. കാരണം ചില പേരൻസിന് അതാണ് സംഭവിക്കുന്നത്. 6 മാസമല്ലേ ആയാലും കുട്ടിക്ക്, അല്ലെങ്കിൽ 1 വയസ്സിന് താഴെയാണ് കുട്ടി ഇപ്പോൾ എന്ന് വിചാരിച്ചിട്ട് പല്ല് തേപ്പിക്കാണ്ടിരിക്കുന്ന പേരൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പല്ലില് പോട് വരാൻ തുടങ്ങും. അതിനെ പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് കേരീസ് എന്നാണ്. അപ്പം എത്രയും വേഗം നിങ്ങൾ പല്ല് സംരക്ഷിക്കാൻ തുടങ്ങുമോ അത്രയും നിങ്ങൾക്ക് ആ പല്ലുകളെ ആ പല്ലൊക്കെ പോയി വരണമെങ്കിൽ ഒരു 8 വയസ്സിന് കഴിയണം. ഈ മേളത്തെ പല്ലൊക്കെ പോയി വരാൻ. താഴത്തെ പല്ല് പോകാനായിട്ട് 6 വയസ്സ്. പിന്നെ ബാക്കിലത്തെ പല്ല് പോകുന്നത് ഈ 9, 10, 11 വയസ്സുകളിലാണ് ബാക്കിലത്തൊക്കെ പോകുന്നത്. അപ്പം അതിന് എത്രയും കാലം നമുക്ക് വെക്കാമോ ഈ പ്രൈമറി ടീത്ത്, അതിന് അത്രയും കാലം വെക്കണമെങ്കിൽ അതിന് ഏറ്റവും നേരത്തെ തന്നെ അതിനെ സംരക്ഷണം തുടങ്ങണം. എന്നാലേ നമുക്കതിന് അത്രയും കാലത്തേക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ ഏത് ഏജ് തൊട്ടാണ് ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കാനുള്ളത്? അത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക് ഡെന്റിസ്ട്രി, യൂറോപ്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക് ഡെന്റിസ്ട്രി, അവരൊക്കെ പറയുന്ന ഗൈഡ് ലൈൻസിൽ ബിഫോർ ദ ചൈൽഡ്സ് ഫസ്റ്റ് ബർത്ത്ഡേ എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ആസ് സൂൺ ആസ് ദ ഫസ്റ്റ് ടീത്ത് റബ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് എത്രയും നേരത്തെ കാണിക്കാവോ അത്രയും നേരത്തെ കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. സോ ദാറ്റ് ദേ ക്യാൻ ഗൈഡ് യു. എങ്ങനെയാണ് കുട്ടികൾക്ക് പല്ല് തേപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഡയറ്റ് മോഡിഫൈ ചെയ്യേണ്ടത്, എല്ലാം അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. സോ ദാറ്റ് ഫുള്ളി പല്ലെല്ലാം പുഴുത്ത് ഈ കുഞ്ഞിലേ പോകത്തില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എത്രയും നേരത്തെ ബിഫോർ ദ ചൈൽഡ്സ് ഫസ്റ്റ് ബർത്ത്ഡേ തന്നെ ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ തന്നെ കാണിക്കണം, അത് സാധാരണ ഡെന്റിസ്റ്റിനെ കാണിച്ചാലും മതിയോ? സാധാരണ ഡെന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ BDS 5 കൊല്ലം പഠിച്ചു കഴിയുന്നതാണ് എല്ലാ ഡെന്റിസ്റ്റുകളും. പീഡിയാട്രിക് ഡെന്റിസ്ട്രി എന്ന് പറയുമ്പോൾ BDS 5 കൊല്ലം പഠിച്ചതിന് ശേഷം MDS 3 കൊല്ലം സ്പെഷ്യലൈസേഷൻ ആയിട്ടാണ് പഠിക്കുന്നത് പീഡിയാട്രിക് ഡെന്റിസ്ട്രി. അപ്പോൾ ആ 3 കൊല്ലം MDS പഠിക്കുന്നത് നമ്മൾ ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ്. BDS അതില്ല.
BDSൽ ജസ്റ്റ് ആ ഫൈനൽ ഇയറിലെ പോസ്റ്റിംഗ് സമയത്ത് മാത്രം പീഡിയാട്രിക് ഡെന്റിസ്റ്റ് പോസ്റ്റിംഗ്സിന് മാത്രമാണ് നമ്മൾ ഇരിക്കുക. പിന്നെ ആ ഒരു സബ്ജക്റ്റ് എഴുതും നമ്മൾ എക്സാമിന്, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു 3 കൊല്ലം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ മാത്രമേ ആ സമയം ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ 3 കൊല്ലം വിൽ ടീച്ച് us a lot and we learn a lot. അപ്പം ഡെഫിനറ്റ്ലി ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് തന്നെയാണ്. ജസ്റ്റ് ലൈക്ക് യു ടേക്ക് ദ കിഡ്സ് ടു എ പീഡിയാട്രിഷ്യൻ. ഇനി കുഞ്ഞുങ്ങൾക്ക് പുഴുപ്പല്ല് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്? പുഴുപ്പല്ല് ആദ്യം തുടങ്ങുന്ന ചിലപ്പോൾ ഒരു വൈറ്റ് സ്പോട്ട്സ് ആയിട്ടായിരിക്കും. പല്ലിന്റെ മുകളിൽ ആ ഗംസിന്റെ താഴെയായിട്ട് ഒരു വൈറ്റ് ആയിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങും. അത് പലർക്കും മനസ്സിലാവില്ല അത് ക്യാവിറ്റി ആണ്, കാരണം വെള്ള കളറിലാണ് ഇരിക്കുന്നത്. പിന്നെ അത് ആക്ച്വലി ഡീമിനറലൈസേഷൻ നടക്കുകയാണ് പല്ലിന് ഇനീഷ്യൽ ആയിട്ടുള്ള ക്യാവിറ്റി തുടക്കമാണ് ഈ വെള്ള കളറിൽ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പതുക്കെയാണ് അത് പിന്നെ ബ്രൗൺ ആവുന്നു, ബ്ലാക്ക് ആവുന്നു, അതങ്ങനെ ആ കളർ ചേഞ്ച് വരുന്നത്. അപ്പൊ ഇനി ആ സമയത്ത് തന്നെ നമ്മൾ ഒരുവിധം നന്നായിട്ട് പല്ലൊക്കെ തേപ്പിച്ച് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ ഒന്ന് ഒരുപാട് ഷുഗർ ഉള്ള സാധനങ്ങളൊക്കെ കൊടുക്കാണ്ടിരുന്നാൽ അത് ഒരുവിധം അത് റിവേഴ്സ് ആയി പോകുന്ന ഒരു സംഭവമാണ്. പക്ഷെ വൺസ് ആ വൈറ്റ് സ്പോട്ട്സ് മാറി അതൊരു ക്യാവിറ്റി ആയതിനു ശേഷം പിന്നെ ഈ ക്യാവിറ്റി നമുക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ അതിനെ ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ ക്യാപ്പ് ഇടുക അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കുഞ്ഞുങ്ങളിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഇപ്പോൾ പുഴുപ്പല്ല് വന്നു കഴിഞ്ഞാൽ ഉണ്ട്, കുഞ്ഞുങ്ങളുടെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ വേറെ പേരുണ്ടോ അതോ അല്ലല്ല, റൂട്ട് കനാൽ എന്നല്ല അത് പറയുന്നത്. അതിന് പറയുന്നത് പൾപെക്ടമി എന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. പൾപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിനകത്തുള്ള ഞരമ്പിനെയാണ് പൾപ്പ് എന്ന് പറയുന്നത്. പല്ലിന് 3 ലെയർ ഉണ്ട്. ആദ്യത്തെ ലെയർ ഇനാമൽ, അത് കഴിഞ്ഞ് ഡെന്റി, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പൾപ്പ്. ഈ പൾപ്പിൽ ലൈഫ് ഉണ്ട്. പൾപ്പ് എന്ന് പറയുന്നത് വളരെ വാസ്കുലർ ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്. അതിന് നെർവ്സ് ഉണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും ഒന്ന് പറ്റുകയാണെങ്കിൽ സിവിയർ പെയിൻ ആണ് വരിക. അതാണ് ചില പല്ലുവേദനയാണ് ഏറ്റവും, ഒരുപക്ഷെ പ്രസവ വേദന കഴിഞ്ഞാൽ ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു വേദന പല്ലുവേദനയാണ്. അതെന്ന് വെച്ചാൽ ഈ നെർവ്സ്, ഈ പൾപ്പിനകത്ത് ഒരുപാട് നെർവ്സ് ഉള്ളത് കൊണ്ട് സിവിയർ പെയിൻ ആണ് പൾപ്പിന്റെ അകത്തോട്ട് ഈ ബാക്ടീരിയ എത്തുമ്പോൾ വരുന്നത്. അത് ക്യാവിറ്റി വന്നിട്ട് സൂക്ഷിക്കാണ്ട് അതിനെ നെഗ്ലക്ട് ചെയ്ത് കുഴപ്പമില്ല ഒരു ക്യാവിറ്റി ആണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതിനെ നെഗ്ലക്ട് ചെയ്ത് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കാണ് ഈ സിവിയർ പെയിൻ വരുന്നത്. ആൻഡ് വൺ സിവിയർ പെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പല്ലിന് ഫില്ലിംഗ് ഒന്നും പോസിബിൾ ആവില്ല. പിന്നെ ആ പല്ലിന് റൂട്ട് കനാൽ തന്നെയാണ്. അത് ബി ഇറ്റ് ഇൻ അഡൾട്ട്സ് ഓർ ഇൻ ചിൽഡ്രൻ. ചിൽഡ്രനിൽ റൂട്ട് കനാൽ ഇസ് കോൾഡ് പൾപെക്ടമി. ആൻഡ് ഹൗ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം അഡൾട്ട്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അഡൾട്ട്സിൽ നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് ഒരു പ്ലാന്റ് ബേസ്ഡ് ഒരു മെറ്റീരിയൽ, ഗട്ടാപർച്ച എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്. അതേസമയം കുട്ടികളിൽ നമ്മളൊരു കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ബേസ് സിമെന്റ് കൊണ്ട് ഫില്ല് ചെയ്യും. സോ ദാറ്റ് ഈ പല്ല് ഇളകി പോകാൻ സമയമാകുമ്പോൾ അത് താനെ ഇളകിപ്പോയി പുതിയ പല്ല് വരാനായിട്ട് അങ്ങ് സഹായിക്കും. പക്ഷെ അഡൾട്ട്സിൽ ചെയ്യുന്ന റൂട്ട് കനാലിൽ മെറ്റീരിയൽ ഡിഫറെന്റ് ആയിട്ട് അതൊരിക്കലും താനെ റിസോൾവ് ആവില്ല. പക്ഷെ കുട്ടികൾ ചെയ്യുന്ന മെറ്റീരിയൽ ഡിഫറെന്റ് ആയിട്ട് അത് താനെ റിസോൾവ് ആയി പോകും. ഒരുപാട് പേരൻസിന് ഭയങ്കര ഒരു ആൻസൈറ്റി ആണ് ഈ റൂട്ട് കനാൽ എങ്ങനെയാണ് കുട്ടികളിൽ എന്നുള്ളത്. നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മൾ ട്രെയിൻഡ് ആണ്, നമ്മൾ ചെയ്യുന്നതാണ്, ഒന്നുമില്ല. ഇപ്പോൾ ഒരു 4 വയസ്സുള്ള കുട്ടിക്ക് റൂട്ട് കനാല് ബാക്കിലത്തെ പല്ല് ചെയ്താൽ അത് 10 വയസ്സിന് മേലെ നിൽക്കേണ്ട പല്ലാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള സിമെന്റ് കൊണ്ട് ഞങ്ങൾ അത് ഫില്ല് ചെയ്യും. കറക്റ്റ് 10 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അത് ഇളകി പോകാനായിട്ടുള്ള പാകത്തിന് അതാവുകയും ചെയ്യും. ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ ഈ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ഇരുന്ന് തരുമോ? അവർക്ക് വേദനിക്കില്ലേ? കുഞ്ഞുങ്ങൾ അത്രയും നേരം അതിന് വേണ്ടിയിട്ട് അവിടെ ഇതിലിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റ് അതിനാണ് ട്രെയിൻഡ്. അത് ആക്ച്വലി ഇറ്റ്സ് വെരി ചാലഞ്ചിങ്. ഒരു കുട്ടിയെ റൂട്ട് കനാൽ ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രിറ്റി ചാലഞ്ചിങ് ജോബ്. അപ്പോൾ ഒരു ഡെന്റിസ്റ്റ്, സാധാരണ ഡെന്റിസ്റ്റിന് ചിലപ്പം പറ്റാത്തത് ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റ് അതിനാണ് ട്രെയിൻഡ് ആവുന്നത്. 3 കൊല്ലം ഒരു കുട്ടിയെ ഇരുത്തി ഇഞ്ചക്ഷൻ വായിൽ കൊടുത്ത് അവിടെ മരവിപ്പിച്ച് പിന്നെ അതിനെ റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇടാനായിട്ടാണ് പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ട്രെയിൻഡ് ആവുന്നത് 3 കൊല്ലം. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അധികം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് ചെയ്ത് എന്തൊരു കാര്യം നമ്മൾ ചെയ്ത് വരുമ്പോൾ പിന്നെ അത് എളുപ്പമായി വരും. പിന്നെ ചില കുട്ടികളെ മാനേജ് ചെയ്യാൻ പാടാണെങ്കിൽ അതിനെ വേറെ മാനേജ്മെന്റ് മെത്തേഡ്സ് ലൈക്ക് ലാഫിംഗ് ഗ്യാസോ അല്ലെങ്കിൽ അനസ്തീഷ്യ, ജനറൽ അനസ്തീഷ്യയിലോ ഒക്കെ നമുക്ക് ചെയ്യാം. അല്ലാതെ ഒരുവിധം കോപ്പറേറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് സാധാരണ ഡെന്റൽ ചെയറിലിരുത്തി തന്നെ ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ചില പാരന്റ്സ് പറയുമല്ലോ, ഇത് വീണ് പോകുന്ന പല്ലല്ലേ, അപ്പൊ അതിന് എന്തിനാണ് ഇത്രയും വലിയ ട്രീറ്റ്മെന്റ്, അത് വീണ് പോകത്തില്ലേ, അപ്പൊ പിന്നെ പുതിയ പല്ല് വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കേസസിന് എങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്? പുതിയ പല്ല് വരും, അത് സത്യം തന്നെയാണ്. അത് 100% അഗ്രി. പക്ഷേ പ്രിമച്യൂർ ആയിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഒരു പല്ല്, ഫോർ എക്സാമ്പിൾ ഒരു 2.5-3 വയസ്സുള്ള കുട്ടിക്ക് ഈ ഫ്രണ്ടിലത്തെ 4 പല്ലും അത് പുഴുവെടുത്ത് പോവുകയാണെങ്കിൽ അതിന്റെ സ്പീച്ച് ഡെവലപ്മെന്റിനെ അത് എഫക്ട് ചെയ്യും. അതിന് പോലത്തെ വാക്കുകളൊക്കെ പറയാൻ അത് എഫക്റ്റ് ആവും. അപ്പോൾ സ്പീച്ച് ഡെവലപ്മെന്റിന് നമുക്ക് ഈ ഫ്രണ്ടിലത്തെ പല്ല് വേണം.
സെക്കൻഡ് തിങ്, ബാക്കിലത്തെ പല്ലുകൾ ചവയ്ക്കാൻ സഹായിക്കും. ബാക്കിലത്തെ പല്ലുകൾ പോയി വരാൻ മിനിമം 9 വയസ്സിന് കഴിയണം. അപ്പൊ അതുവരെ കുഞ്ഞിന് ഭക്ഷണം കഴിക്കണമെങ്കിലോ അതിന്റെ ന്യൂട്രീഷന് അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന പല്ലുകളാണ് ഈ ബാക്കിലുള്ളത്. അപ്പൊ അത് നമ്മൾ ചെയ്തു വെക്കുന്നതാണ് നല്ലത്. അപ്പൊ എല്ലാ പല്ലും പുഴു കൊണ്ട് അതങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഡോക്ടർ എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടി അത് കഴിഞ്ഞിട്ട് എന്ത് കഴിക്കും, എങ്ങനെ സംസാരിക്കും? അതിന്റെ പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര എസ്തെറ്റിക്കലിയും കൂടെ അവർക്ക് ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള കുട്ടികളാണ്. ഫ്രണ്ടിൽ പല്ലില്ലെങ്കിൽ ഫ്രണ്ട്സ് കളിയാക്കും. അപ്പൊ അത് അവരെ സൈക്കോളജിക്കലി അത് അഫക്റ്റ് ചെയ്യും. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രിമച്യൂർ ആയിട്ട് നമ്മളൊരു പല്ലൊക്കെ എടുത്ത് കളയുകയാണെങ്കിൽ പോലും സ്പേസ് ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഈ പെർമനന്റ് പല്ല് വരുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പ്രൈമറി പല്ല് എടുത്ത് കളയുകയാണെങ്കിൽ ഈ പെർമനന്റ് പല്ല് വരാനുള്ള സ്പേസ് അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പെർമനന്റ് പല്ല് വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ റൂട്ട് കനാൽ ചെയ്ത് വെക്കൂ, പോകുന്ന പല്ലാന്ന് വിചാരിച്ച് എടുത്ത് കളയൂ ഡോക്ടർ എന്ന് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് അതാണില്ല, റൂട്ട് കനാൽ ചെയ്ത് വെക്കൂ. പിന്നെ തീരെ പോയ പല്ല്, അതായത് ഒന്നും ഇല്ല, ഇനി റൂട്ട് കനാൽ ചെയ്യാൻ പോലും ഒന്നും ഇല്ലാത്ത പല്ലുകൾ എടുത്ത് കളഞ്ഞാൽ പോലും ഞങ്ങൾ സ്പേസ് മെയിൻറ്റെയിനർ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കും. കാരണം ആ കുട്ടിയുടെ അത്രയും ആർച്ച് ലെങ്ത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം പുതിയ പല്ല് വരാനായിട്ട്. ഈ പഴയ പല്ലിന്റെ ഫംഗ്ഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് മെയിൻറ്റെയിനർ അവിടെ കൊടുത്തിട്ടാണ് നമ്മൾ പഴയ പല്ല് എടുത്ത് കളയുന്നത് പോലും. കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഇൻ കേസ് കുഞ്ഞുങ്ങളുടെ പല്ല്, ചില കുട്ടികൾക്ക് പല്ല് ഇച്ചിരി ഉന്തലൊക്കെ ഉണ്ടെങ്കിൽ ബ്രേസസ് ഇടാൻ കുട്ടികൾക്ക് പറ്റുമോ? ബ്രേസസ് ഒരിക്കലും ഈ പാൽ പല്ലിൽ ഇടില്ല. ഓക്കെ, ബ്രേസസ് ഇടുന്നത് ഓൾവേസ് പെർമനന്റ് പല്ലിലാണ്. അപ്പോൾ ഒരുപാട് പേരൻസ് പറയുന്നതാണ് 13 വയസ്സ് ആകുമ്പോഴല്ലേ ബ്രേസസ് ഇടേണ്ടിയുള്ളൂ, അപ്പോഴാണ് എല്ലാ പല്ലും വരുന്നത്. ശരി തന്നെയാണ്, വളരെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു 9-10 വയസ്സിലും നമുക്ക് ബ്രേസസ് ഈ ഫ്രണ്ടിൽ വന്ന പല്ലുകളിൽ മാത്രം ഇടാം. ചില കുട്ടികൾക്ക് വരുന്ന പല്ലുകൾ ഭയങ്കര ഇറഗുലർ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അത് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്, നമ്മളെ പോലെ അല്ല. അവർക്ക് വളരെ ബോധമുണ്ട് അവരുടെ പല്ല് ഇങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു കേസസിന് നമ്മൾ ഈ ഫ്രണ്ടിലത്തെ 4 പല്ല് വന്നു കഴിഞ്ഞാൽ ഒരു 9-10 വയസ്സിൽ നമ്മൾ അവിടെ മാത്രം ക്ലിപ്പ് കമ്പി ഇട്ടിട്ട് അതിനെ ഒന്ന് നിരപ്പാക്കി കൊടുക്കുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം അത് അങ്ങനെയും നമുക്ക് ചെയ്യാം. പിന്നെ ചില കുട്ടികൾക്ക് ജോയിൻ ആയിരിക്കും കംപ്ലൈന്റ്, പല്ലിനല്ലായിരിക്കും. ചിലപ്പോൾ ഈ കീഴ്ത്താടി ഒരുപാട് ഫ്രണ്ടിലോട്ട് നിൽക്കും, അല്ലെങ്കിൽ ഈ മേളത്തെ ഈ ബോണ് കുറച്ച് വളർച്ച കുറവായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നേരത്തെ തന്നെ തുടങ്ങണം എന്നാണ്. കാരണം അത് പല്ലിന്റെ ഡിഫോർമിറ്റി അല്ല, അത് ആ ജോയുടെയും ബോൺസിന്റെയും ഡിഫോർമിറ്റിയാണ്. അപ്പം അതിനെ കറക്റ്റ് സമയത്തിന് കറക്റ്റ് ചെയ്തില്ല എങ്കിൽ ആ ബോൺസ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഒരു 14-15 വയസ്സ് കഴിഞ്ഞാൽ ഇന്റർവീൻ ചെയ്യാനിരിക്കുന്നെങ്കിൽ ചിലപ്പോൾ ഒരു നല്ല റിസൾട്ട് കിട്ടിയില്ല എന്ന് വരും. പിന്നെ അത് സർജിക്കലി മാനേജ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ കുട്ടിയെ ഒരിക്കലെങ്കിലും പീഡിയാട്രിക് ഡെന്റിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുവരണം. വന്നിട്ട് എല്ലാം ഒന്ന് എങ്ങനെയാണ്, എൻ്റെ ഗ്രോത്ത് ഒക്കെ എങ്ങനെയാണ്, എന്തെങ്കിലും ഓർത്തോഡോണ്ടിക് ഇന്റർവെൻഷൻ വേണോ, ഇതെല്ലാം ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. ഒരു കുഞ്ഞിനെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ പാരൻസ് എന്തെല്ലാമാണ് ആ ഡെന്റൽ ഡോക്ടറിന്റെ അടുത്ത് പറയാനുള്ളത് കുഞ്ഞിനെ കുറിച്ച് പറയാനുള്ളത് കുഞ്ഞിന്റെ എല്ലാ മെഡിക്കൽ ഹിസ്റ്ററി, അതായത് നിങ്ങൾ പ്രഗ്നന്റ് ആയ സമയം തൊട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി പറയണം. അതൊരിക്കലും മറച്ചു വെക്കരുത്. ചില പേരൻസ് കുട്ടികള് സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ ശ്രമിക്കും. മൈൽഡ് ആയിട്ടുള്ള ഓട്ടിസം സ്പെക്ട്രം ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ സഹായിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ മറച്ചു വെക്കുന്നതാണെന്ന് മനസ്സിലാവും. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്രോച്ച് ആ കുട്ടിയെടുത്തുള്ള അതിനനുസരിച്ച് മാറ്റേണ്ടി വരും. ദിസ് ഇസ് ഫോർ സ്പെഷ്യൽ കിഡ്സ്. അല്ലാണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും എപ്പിലെപ്റ്റിക് അറ്റാക്ക് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആസ്ത്മാറ്റിക് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അനീമിയ ഉണ്ടോ, എല്ലാം നിങ്ങൾ അലർജീസ് ഉണ്ടോ, എല്ലാം നിങ്ങൾ പറയേണ്ടതാണ്. കാരണം ഞങ്ങൾ അനസ്തീഷ്യ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ ഇഞ്ചക്ഷൻ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് മെഡിക്കൽ ഹിസ്റ്ററി അറിയുകയാണെങ്കിൽ ഒരുപാട് ഞങ്ങൾക്ക് അതിനെ മോഡിഫൈ ചെയ്ത് നിങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ അത് മറച്ചു വെക്കുകയാണെങ്കിൽ ആൻഡ് ബൈ ചാൻസ് ദ ഡോക്ടർ ഡസൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ചൈൽഡ് ഹാഡ് എനി ഇഷ്യൂസ് മെഡിക്കൽ ഹിസ്റ്ററീസ് ബിഫോർ, അത് അവരുടെ ജീവിതം തന്നെ അപകടത്തിലോട്ട് പോകാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കും. സോ ഒരിക്കലും നമ്മൾ ഹിസ്റ്ററി മറച്ചു വെക്കരുത് ഒരു ഡോക്ടേഴ്സിന്. ഇത് ഞങ്ങൾ ഡെന്റിസ്റ്റ് ആണെങ്കിലും പലരും വിചാരിക്കുന്ന ഡെന്റൽ ഡോക്ടർ അല്ലേ, അവിടെ ഇപ്പൊ ഇത് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാണ്. പക്ഷെ അങ്ങനെ അല്ല. ഡെന്റൽ ഹെൽത്ത് ആൻഡ് ജനറൽ ഹെൽത്ത് ആർ വെരി മച്ച് ഇന്റർലിങ്ക്ഡ്. അപ്പൊ നിങ്ങൾ എന്ത് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിലും അത് പറയണം എന്നാണ് ഞാൻ പറയാം. ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ ജനിച്ചു കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ പാല് കുടിക്കത്തില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് എന്തെങ്കിലും പല്ലിന്റെ അവരുടെ വായുടെ കുഴപ്പം കൊണ്ടാണോ അതോ ഇനി അവർക്ക് വേറെ വല്ല പ്രശ്നം കൊണ്ടാണോ?
നിങ്ങളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലായിരിക്കും നിങ്ങൾ യു വിൽ ബി ഗിവിംഗ് ബർത്ത്. അപ്പോൾ ആ സമയത്ത് ദ ഡോക്ടർ, അവിടുത്തെ നഴ്സസ് ആയാലും ലാക്ടേഷൻ കൺസൾട്ടൻസ് ആയാലും ദി ആർ ഓൾ ഗോയിങ് ടു ഹെൽപ്പ് യു ടു ഗെറ്റ് ദ ലാച്ച്. കുട്ടിയുടെ ലാച്ചിന് വരാനും അത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ്. ഇപ്പോൾ പ്രസവിച്ച നെക്സ്റ്റ് മിനിറ്റ് തൊട്ട് ചിലപ്പോൾ ചില അമ്മമാർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന പ്രൊസീജിയറാണ്. പക്ഷെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടും എല്ലാവരും നിങ്ങൾക്ക് കറക്റ്റ് പൊസിഷൻ പറഞ്ഞു തന്നാലും എല്ലാം ചെയ്തിട്ട് പോലും എന്തെങ്കിലും കുട്ടിക്ക് പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വേദനയുണ്ട് കുട്ടി പാല് കുടിക്കുമ്പോൾ, അപ്പോഴത്തേക്കും ഇഫ് യു ഹാവ് എ ഗുഡ് ലാക്ടേഷൻ കൺസൾട്ടന്റ് ഇൻ യുവർ ഹോസ്പിറ്റൽ, അവർ തന്നെ ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനോട് റെഫർ ചെയ്യും. കാരണം മോസ്റ്റ് ഓഫ് ദ കേസസിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഒരു ടങ് ടൈ, അതായത് ടങ്ങും നാക്കും താഴത്തെ ഫ്ലോർ ഓഫ് ദ മൗത്തും തമ്മിലൊരു ഹൈ അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ഒരു ലിപ് ടൈറ്റ് ആയിട്ട് ലിപ്സ് അറ്റാച്ച് ചെയ്തിട്ട് ഗംസിലോട്ട് ഇരിക്കുന്ന അങ്ങനത്തെ ഒരുപാട് കേസസിൽ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലാക്ടേഷൻ കൺസൾട്ടന്റ് നിങ്ങളെ പീഡിയാട്രിക് ഡെന്റിസ്റ്റിനോട് റെഫർ ചെയ്യേണ്ടതാണ്. പിന്നെ അങ്ങനെ ആരും റെഫർ ചെയ്തില്ലെങ്കിൽ പോലും യു ക്യാൻ കം ഇൻ ആൻഡ് ഗെറ്റ് എ കൺസൾട്ടേഷൻ ഡൺ ടു ജസ്റ്റ് സീ വെദർ എനി അബ്നോർമാലിറ്റീസ് ആർ ദെയർ. പിന്നെ അതങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ജസ്റ്റ് ഫ്രീനൽ അറ്റാച്ച്മെന്റ് ഒന്ന് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ അത് കുഞ്ഞിനും റിലീഫാണ് ഒരുപാട്, അമ്മയ്ക്കും റിലീഫായിരിക്കും ഒരുപാട്. പിന്നെ ചില കേസസിൽ നിയോനേറ്റൽ ടീത്ത്, അതായത് ജനിച്ച കുട്ടിക്ക് ചിലപ്പോൾ പല്ല് വരും. പല്ല് വന്നിട്ട് ആ പല്ല് സ്ട്രോങ് ആണെങ്കിൽ അത് അമ്മയുടെ നിപ്പിൾസ് ട്രോമറ്റൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചില കുട്ടിക്ക് പല്ല് ഒരുപാട് ആടിയായിരിക്കും ഇരിക്കുന്നത്, അത് ചിലപ്പോൾ ശ്വാസകോശത്തിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസസിനും അത്രയും വേഗം വന്ന് ആ പല്ല് എടുത്ത് കളയുക. അല്ലെങ്കിൽ അമ്മമാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന്റെ ആ ഷാർപ്നെസ് ഒന്ന് കുറച്ച് കൊടുക്കാം ഇഫ് ദ ടീത്ത് ഇസ് ഫേം. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാണ്ട് ട്രൈ ടു റീച്ച് ഔട്ട്. അപ്പൊ ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെയായിട്ട് എഴുതി ചോദിച്ചാൽ മതി, ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പൊ താങ്ക് യു ഡോക്ടർ ആർച്ച. Okay, bye, love you all, see you in next video.